ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എസ് കെ ടാൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. സോ നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ലെവലിൽ നിങ്ങൾക്ക് H2H പറഞ്ഞാൽ നമുക്ക് ഓപ്പണൻറ്റ് ഒരു പ്ലേയേഴ്സ് വരുന്ന കോൺടെസ്റ്റുകൾ, ആ കോൺടെസ്റ്റിന് എങ്ങനെ നിങ്ങൾക്ക് കളിക്കാം, ഏതൊക്കെ കോൺടെസ്റ്റ് കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചും അതുപോലെ തന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ്. സോ നിങ്ങൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രൂപ്പ് ചോദിച്ചാൽ തീർച്ചയായും ടെലിഗ്രൂപ്പ് ചോദിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇതിൻ്റെ ടെലിഗ്രൂപ്പിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രീം ലെവൽ ഡൗൺലോഡ് ചെയ്ത് തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സാധനം ബോണസായിട്ട് പൈസ കിട്ടുന്നതായിരിക്കും. സോ മസ്റ്റായി നിങ്ങൾ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും ലിങ്ക് യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് നോക്കുക. സോ നമ്മൾ ഫസ്റ്റ് വീഡിയോ നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കണം. സോ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രീം ലെവലിൽ ഒരുപാട് കോൺടെസ്റ്റ് ഉണ്ട്. സോ അതിൽ 8 കോൺടെസ്റ്റ് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പോകണം. സോ ഈ ഫിൽറ്റർ എടുക്കുമ്പോൾ ഇത്രയും കോൺടെസ്റ്റുകളാണ് നമുക്ക് 8 ഡ്രീം ലെവലുള്ളത്. സോ മെയിനായിട്ട് എല്ലാവരും കളിക്കുന്നത് ചെറിയ ചെറിയ എമൗണ്ട് കോൺടെസ്റ്റുകളാണ്. സോ നമ്മൾ ഡ്രീം ലെവലിൽ സ്റ്റാർട്ടിങ് വരുന്ന കോൺടെസ്റ്റ് പറയുന്നത് 15 രൂപയാണ്. ഏറ്റവും ലോവസ്റ്റ് 8 കോൺടെസ്റ്റ് 15 രൂപയാണ്. സോ ഈ കോൺടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 26 രൂപ കിട്ടുന്നുള്ളൂ. സോ ഓൾമോസ്റ്റ് ഒരു 2 രൂപയോളം കമ്മീഷനാണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇതിനേക്കാൾ കമ്മീഷൻ കുറഞ്ഞ ഒരുപാട് കോൺടെസ്റ്റുകൾ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ കൂടി ഈ വീഡിയോൻ്റെ കൂടെ തന്നെ പറയണമെന്നുണ്ട്. സോ നിങ്ങൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്തന്നെ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് കുബേര ഫാൻറ്റസി. സോ നിങ്ങൾക്ക് ഡ്രീം ലെവലിൽ നല്ല രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് നമുക്ക് കമ്മീഷൻ കൊടുത്ത് ബോറടിച്ചവർക്ക് നിങ്ങൾക്ക് മസ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് കുബേര ഫാൻറ്റസി. ഈ ആപ്ലിക്കേഷൻ നോക്കണമെന്ന് നിങ്ങൾക്ക് ആ സ്ട്രെയിൻ കോൺടെസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. എത്ര രൂപയോളം കുറവായിരിക്കും കാണിച്ചു തരാം കമ്മീഷനൊക്കെ. സോ ഓൾമോസ്റ്റ് ഈ കാണുന്നതാണ് കോൺടെസ്റ്റ്. ഇതിൽ നമുക്ക് ഇവിടെ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. 3 രൂപയ്ക്ക് കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോൺടെസ്റ്റ് ഓൾമോസ്റ്റ് 10,000 രൂപേൻ്റെ അടുത്തോളം കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഇതിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരു 100 എബോ കളിക്കുന്നത്. കാരണം അവർക്ക് അതിനാണ് ഒരുപാട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം സിമ്പിളായിട്ടാണ് കാര്യമാണ്. ഒരു ഡ്രീം ലെവൽ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ കമ്മീഷനാണ് മെയിനായിട്ടുള്ളത്. കാരണം ജസ്റ്റ് ഈ 16 രൂപേൻ്റെ കോൺടെസ്റ്റ് കാണാൻ പറ്റും. ഈ സെയിം കോൺടെസ്റ്റിനെ നമ്മൾ ഡ്രീം ലെവലിൽ 15 രൂപയ്ക്കാണ്. പക്ഷേ ഇവിടെ 15 രൂപയ്ക്ക് നിങ്ങൾക്ക് വിന്നിങ് കിട്ടുന്നത് എത്ര രൂപയാണെന്ന് വെച്ചാൽ ഒരു 26 രൂപയാണ്. പക്ഷേ ഇവിടെ 16 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 30 രൂപയോളം വിന്നിങ്സ് കിട്ടുന്നത്. അപ്പോൾ ഒരാളുടെ ഈ കമ്മീഷൻ എടുക്കുന്നത് വെറും 1 രൂപ മാത്രമാണ് കമ്മീഷൻ എടുക്കുന്നത്. അതേസമയം ഇവിടെ 30 രൂപ വിന്നിങ് എമൗണ്ട് തരുന്നുണ്ട് അവിടെ. അതേസമയം ഡ്രീം ലെവലിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ 15 രൂപ നമ്മുടെ ഇന്ന് ജോയിൻ ഫീസ് വാങ്ങിയിട്ട് 26 രൂപ നമുക്ക് തരുന്നുള്ളൂ. അതുപോലെ തന്നെ 2 രൂപ കമ്മീഷൻ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി എത്ര രൂപയോളം കമ്മീഷൻ കുറവാണ്. അതുപോലെ എല്ലാ കോൺടെസ്റ്റ് ഏത് കോൺടെസ്റ്റ് എടുത്ത് നോക്കിയാലും മതി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓൾമോസ്റ്റ് 2-3 രൂപയൊക്കെ തന്നെ ചെറിയ ചെറിയ കോൺടെസ്റ്റിന് കമ്മീഷൻ വാങ്ങുന്നുള്ളൂ. ഡ്രീം ലെവലിനേക്കാളും പകുതി അത്ര കമ്മീഷനാണ് ഈ ആപ്ലിക്കേഷൻ വാങ്ങുന്നത്. സോ നിങ്ങൾ മസ്റ്റ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തീർച്ചയായും യൂസ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യം 100% ഉറപ്പാണ്. ഡ്രീം ലെവൽ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരുപാട് കോൺടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രീം ലെവൽ കോൺടെസ്റ്റുകളിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരാണ് പറഞ്ഞിട്ട് H2H ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ടിപ്പ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഫുൾ എമൗണ്ട് ഒരൊറ്റ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോയി ചെയ്യരുത്. കാരണം ഇത് ഹെഡ് ടു ഹെഡാണ്. ഓപ്പണൻ്റ് ടീം ജസ്റ്റ് ഒന്ന് സ്ട്രോങ് ആയി തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പൈസ മൊത്തത്തിൽ പോകും. അപ്പം മാക്സിമം നിങ്ങൾ എത്ര രൂപയാണ് അത് സ്പ്ലിറ്റ് ചെയ്തിടാൻ നോക്കുക. സോ H2Hൽ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റ് ചെയ്ത് ഇടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വിന്നിങ് പോസിബിലിറ്റി കൂടുന്നതായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 20 രൂപേൻ്റെ കോൺടെസ്റ്റിൽ 15 രൂപേൻ്റെ 6 കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നിങ്ങൾക്ക് മറ്റേത് ഒന്ന് ജോയിൻ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് പൈസ ലാഭിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും വിന്നിങ് എമൗണ്ടെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റേ ചിലപ്പോൾ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പൈസ ടോട്ടലായി ലോസ് ആവുന്നതാണ്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മാക്സിമം കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. കാരണം നിങ്ങൾക്ക് എന്താണ് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പണൻറ്റും ടീം അതിൻ്റെ കൂടെ തന്നെ ഇട്ടാണ്. പക്ഷേ ഓപ്പണൻ്റ് ആയ സമയം ലൈനപ്പ് വന്ന ശേഷം ടീം ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ എക്സാമ്പിൾ ഇന്നലെ തന്നെ ഞാനൊരു മെമ്പറിനെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പ് മെമ്പറിൽ ഒരാൾ ഇതുപോലെ ടീം ഇട്ടിട്ട് നല്ല രീതിയിൽ ഓപ്പണൻറ്റ് ചേഞ്ച് വരുത്താൻ മറന്നുപോയി. സോ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഒരു ടീം നമ്മുടെ മെമ്പറുടെ ടീം കുറച്ച് വീക്ക് ടീം ആയെങ്കിൽ പോലും സിമ്പിളായിട്ട് തന്നെ വിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും ഇങ്ങനെ എയർലി ആയിട്ട് നിങ്ങൾ എൻട്രി എടുക്കുക. അതായത് കളി തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ഇല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾക്ക് മുമ്പൊക്കെ എൻട്രി എടുത്ത് ജോയിൻ ചെയ്യുന്നത് എത്തുകൊണ്ട് നല്ലതായിരിക്കും. ലാസ്റ്റ് നിമിഷം ജോയിൻ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. മസ്റ്റായിട്ട് നിങ്ങൾ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. മസ്റ്റ് ട്രൈ ചെയ്യുക. താങ്ക് യു.